കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കത്തോലിക്ക സഭ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങിയതോടെ അനുനയ ശ്രമവുമായി ബി.ജെ.പി. നേതൃത്വം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉടൻ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തും. സഭാ നേതൃത്വത്തെ കാര്യങ്ങൾ അറിയിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. അതവിടെ സംസാരിക്കും. ഞാൻ അവിടെ പോയിട്ട് പിതാവിനോട് ബ്രീഫ് ചെയ്യുമ്പോൾ അവിടെ ഞാൻ സംസാരിക്കും. ഇതുവരെ നടന്ന കാര്യങ്ങൾ പറയാൻ. നാളെ രാവിലെ തൃശൂർ അതിരൂപതാ ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്തുമായും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തും. നിതിൻ അംബുജൻ ഇപ്പോൾ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് നിന്നും, ഒപ്പം സൂരജ് സജി തൃശൂരിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, ഈ കൂടിക്കാഴ്ച എപ്പോഴാണ് നിതിൻ? ഉന്മേഷ്, അല്പസമയത്തിന് തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തും. അതിനുശേഷം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേലുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ കൂടിക്കാഴ്ചയിൽ ചില ഉറപ്പുകൾ ലഭിച്ചിരുന്നു. ആ ഉറപ്പുകൾ ഇന്നിപ്പോൾ സഭാ ആസ്ഥാനത്തെത്തി ധരിപ്പിക്കുകയാണ് ചെയ്യുക. എന്തായാലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ അല്പസമയത്തിന് തന്നെ ഇവിടെ എത്തും. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തായാലും കൂടുതൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലവിൽ ഇപ്പോൾ ബി.ജെ.പി. സർക്കാർ, ഛത്തീസ്ഗഡിലെ ബി.ജെ.പി. സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത നടപടി സ്വീകരിച്ചതോടെയാണ് ബി.ജെ.പി. ഇതിൽ പ്രതിരോധത്തിലായത്. ഇതോടുകൂടിയാണ് സഭാ ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ചർച്ച ഇപ്പോൾ എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്തും നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ബി.ജെ.പി. നേതാക്കൾ സഭാ എത്തി റാഫേൽ. അതിനുശേഷം നാളെ രാവിലെ വീണ്ടും ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ വ്യക്തമാക്കിയത്. ശരി നിതിൻ, അല്പസമയത്തിനകം ആ കൂടിക്കാഴ്ച നടക്കുമെന്നാണ് ഇപ്പോൾ നിതിൻ അംബുജൻ അറിയിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് സൂരജ് സജി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അവിടെ എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച? എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്മേഷ്, തൃശ്ശൂരിനെ സംബന്ധിച്ച് ബി.ജെ.പിക്ക് എ ക്ലാസ് മണ്ഡലമാണ്. അവിടെ ഈ വിഷയം വലിയ സജീവ ചർച്ചയായി എൽ.ഡി.എഫും യു.ഡി.എഫും ഉയർത്തുന്നത്. സംസ്ഥാനത്തുടനീളം ഉയർത്തുന്നതിന് പുറമെ തൃശ്ശൂരിൽ ഈ വിഷയം ചർച്ചയാകുന്ന ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി മാർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ട് നിലവിലെ സാഹചര്യം വിശദീകരിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ബി.ജെ.പി. ഉള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് നാളെ രാവിലെ ആയിരിക്കും ഈ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി ബിഷപ്പ് ഹൗസിലെത്തി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തുക. ഇതിൽ ഈ പ്രതിനിധി സംഘത്തെ അയച്ചതും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ തലത്തിലും കേന്ദ്ര നേതൃത്വവുമായി സംസ്ഥാന നേതൃത്വം നടത്തിയ ഇടപെടലുകളെ കുറിച്ചും വിശദീകരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ തന്നെ ഈ കാര്യങ്ങൾ കണ്ട് വിശദീകരിക്കും. പ്രത്യേകിച്ച് എൽ.ഡി.എഫും യു.ഡി.എഫും എല്ലാം തന്നെ ഇത് സജീവ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ ഏറെയുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. തൃശ്ശൂരിൽ ബി.ജെ.പി. വിജയം കൽപ്പിക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഈ വിഷയം വലിയ ചർച്ചയിലേക്കൊക്കെ പോയാൽ അത് കൈവിട്ടു പോകും എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രതിരോധത്തിലേക്ക് ബി.ജെ.പി. കടന്നിരിക്കുന്നത്. അതിന്റെ ആദ്യ കൂടിക്കാഴ്ചയാണ് ഇന്ന് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. അതിന്റെ തുടർച്ചയായി തന്നെ ഈ തൃശ്ശൂരിലെ കൂടിക്കാഴ്ച നാളെ നടക്കും. അതിന് പിന്നാലെ കൂടുതൽ സഭാധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ളത് തന്നെയാണ് ബി.ജെ.പി. നേതൃത്വം അറിയിക്കുന്നത്. ഉന്മേഷ്, ശരി, നാളെയാണ് തൃശ്ശൂരിലെ കൂടിക്കാഴ്ച. സൂരജ് സജിയും ഒപ്പം നിതിൻ അംബുജനുമാണ് വിവരങ്ങൾ നൽകി.